പൈപ്പ് വന്നത് നിന്റെ സ്വാധീനം കൊണ്ടല്ലെന്ന് ഔസേപ്പേട്ടൻ പറഞ്ഞു നടക്കുന്നത് ചുമ്മാതാണെന്ന് ഞാൻ വിശ്വസിച്ചു. കമ്പനിയിൽ കയറിക്കൂടിയത് എന്റെ നന്മയ്ക്കാണെന്ന് നീ എന്നെ വിശ്വസിപ്പിച്ചു. ഒരുത്തര ജോലി വാഗ്ദാനം ചെയ്ത് നീ എന്നെ കൊണ്ട് രൂപ വാങ്ങിപ്പിച്ചു. എന്നിട്ട് എന്നെ പോലീസിനെ കൊണ്ട് തല്ലിച്ചു, അല്ലടാ? മൂത, ഔസേപ്പ് പറഞ്ഞു നടക്കുന്നത് നുണ. നിന്റെ നന്മക്ക് വേണ്ടിയാണ് ഞാൻ കമ്പനിയിൽ കയറിക്കൂടിയത് എന്നുള്ളത് സത്യം. ഒരു ഭ്രാന്തന്റെ മുമ്പിൽ നിന്നെ കൊണ്ട് എസ്ഐയുടെ മകനായി അഭിനയിപ്പിച്ചതാണ് ഞാൻ ചെയ്ത ഏക തെറ്റ്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. അവന് ഭ്രാന്തമില്ല, ഒരു ചുക്കുമില്ല. അവനെ നീ ചതിക്കുകയായിരുന്നു, ചതിയൻ. അരുത് മുകുന്ദ, അരുത്. നിന്റെ നാക്കുകൊണ്ട് അങ്ങനെ പറയരുത്. എന്നെ ചതിയനെന്ന് വിളിക്കരുത്. മറ്റാർക്കും പിടികിട്ടാത്ത വിധം പെരുമാറുന്ന ഒരു പ്രത്യേകതരം ഭ്രാന്തനാണ് ആ ഭ്രാന്തൻ. അല്ല, അവൻ എന്റെ പെങ്ങളുടെ ബന്ധുവാണ്. ഓ, അതുകൊണ്ട് അവൻ ഭ്രാന്തനല്ലാതാവുന്നില്ല. എനിക്ക് തരാനുള്ള കാശാണ് അവൻ തന്നത്. എന്നിട്ട് ഞാനാണ് നിന്നെ കൊണ്ട് കാശ് വാങ്ങിപ്പിച്ചതെന്ന് നിന്റെ എംഡിയോട് നീ പറഞ്ഞോ? അത് കേൾക്കാൻ അദ്ദേഹം നിന്നില്ല. പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞോ? അവൻ സുലോചനയുടെ ബന്ധുവാണെന്ന് അറിഞ്ഞപ്പോൾ എന്റെ നാക്ക് താണുപോയി. അവരെങ്ങാനും ഇത് അറിഞ്ഞാൽ, എന്നെ സംശയിച്ചാൽ 24 മണിക്കൂറിനകം കാശ് കൊണ്ട് തരാമെന്ന് പറഞ്ഞ് ഞാൻ തടി തപ്പി. എംഡിയോടെങ്കിലും സത്യം പറയാമായിരുന്നു. കേൾക്കാൻ നിന്നില്ലെന്ന് പറഞ്ഞില്ലടാ. എന്നിട്ട് എന്നോട് പറഞ്ഞു ഓഫീസിൽ ചെല്ലണ്ടെന്ന്. ഓഹോ, അത് ശരി. അപ്പോ ഇനി എന്റെ പേര് പറയണ്ട. പറഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെയും ജോലി പോവും. നീ പേടിക്കണ്ട. എനിക്ക് ശമ്പളം കിട്ടുന്നിടത്തോളം കാലം നീ പട്ടിണി കിടക്കില്ലടാ. നിനക്ക് ഓർമ്മയുണ്ടോ, പണ്ട് UP സ്കൂളിൽ നമ്മൾ ഒന്നിച്ച് പഠിച്ചിരുന്ന കാലത്ത് മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ പട്ടിണിയായിരുന്നു. അച്ഛന്റെ ബിസിനസ് പൊളിഞ്ഞ് ഞങ്ങളാകെ തകർന്നു നിൽക്കുന്ന സമയം. പക്ഷെ പട്ടിണിയാണെന്ന് ഞങ്ങൾ ആരെയും അറിയിച്ചില്ല. പക്ഷെ ഒരു ദിവസം നീ അത് മനസ്സിലാക്കി. കിണറ്റിനടുത്തുള്ള വാഴച്ചുവട്ടിൽ വെച്ച് നിന്റെ ചോറ് നമ്മൾ പങ്കുവെച്ച് കഴിച്ചു. അതൊന്നും ഞാൻ മറന്നിട്ടില്ലടാ, മറന്നിട്ടില്ല. നീ മറന്നോ? വിശ്വ, ഞാൻ വേണ്ട മൂന്ന, വേണ്ട. നീ എന്നെ അവിശ്വസിച്ചില്ലേ? ഇത്രയൊക്കെ ഓർത്തു വെക്കുന്ന ഞാൻ നിന്നെ ചതിക്കുമെന്ന് നീ വിശ്വസിച്ചല്ലോ മൂന്ന. ഇല്ല വിശ്വ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. മതി, പോവാ ഞാനിവിടെ. വിശ്വ, പോകരുത്. 24 മണിക്കൂറിനകം നീ എങ്ങനെയാ കാശ് കൊടുക്കുക? നിന്റെ മാനം നമുക്ക് രക്ഷിക്കണ്ടേ? ഇങ്ങനെ ഒരു കേസിൽ നീ കുടുങ്ങിയെന്ന് നിന്റെ പെങ്ങളുടെ ഭർത്താവിന്റെ വീട്ടുകാർ അറിഞ്ഞാൽ? അത് കുഴപ്പമില്ല. കുമാരൻ നായരുടെ കൈ ചിലപ്പോ കാണും. എങ്കിൽ തൽക്കാലത്തേക്ക് നീ വാങ്ങിച്ചോ. ഞാൻ ഇപ്പൊ തന്നെ ചെങ്കൽപ്പേട്ടിലെ എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോവാണ്. കാശും കൊണ്ട് വരാം. ചിലപ്പോ മറ്റന്നാളായി പോവും. കുമാരൻ നായർക്ക് ബാങ്കിൽ കാശില്ലാതിരിക്കില്ല. ആദ്യം ആ കാശ് നമുക്ക് സ്റ്റേഷനിൽ കൊടുക്കണം. പിന്നെ മറ്റവൻ ഭ്രാന്തരാണെന്ന് ഞാൻ തെളിയിച്ചു കൊടുക്കണം. ഞാൻ ഇപ്പൊ തന്നെ ചെങ്കൽപ്പേട്ടിലേക്ക് പോവാണ്. എന്നാലും മൂന്ന, നീ എന്നെ അവിശ്വസിച്ചില്ലേ? സോറി വിശ്വ, ഐ ആം സോറി.